ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി മാംഗ്ലൂർ ബൺസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. നമ്മളെ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയ പഴം എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലുള്ള പഴമാണ് കേട്ടോ. അത് സൗദി പഴം എന്നാണ് നമ്മളിവിടെ പറയുക. അപ്പോൾ ഇത് നാട്ടിൽ നമ്മൾ ഇന്ത്യയിലൊക്കെ കിട്ടുന്ന സാധനമാണ്. പ്രത്യേകിച്ച് കർണാടകയിൽ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് കേട്ടോ. അതായിരിക്കും ഈ ഒരു പഴം ഉപയോഗിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ചെറിയ പഴം ഉപയോഗിക്കാം കേട്ടോ. മൈസൂർ പഴം അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അത് ആ ഒരു 2 പഴം നമ്മളിനി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിൽ തന്നെ അരക്കണം എന്നില്ല. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 2 വലിയ സൈസുള്ള പഴമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് രണ്ടും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് തൈരാണ് കേട്ടോ. ഞാനിവിടെ എടുക്കുന്ന തൈര് പുളി കുറവായതുകൊണ്ട് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഫോർക്ക് വെച്ചിട്ട് ചെയ്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇത് നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് കേട്ടോ. അപ്പക്കാരം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അത് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമില്ല, അതാണത് ക്യുമിൻ സീഡ്സ്. അപ്പോൾ ആ 1 ടീസ്പൂൺ ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഇതിന് മൈദപ്പൊടിയാണ്. മൈദ അല്ലെങ്കിൽ ഗോതമ്പോ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ മൈദ ആണ് എടുത്തത്. അപ്പോൾ മൈദപ്പൊടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതിൽ എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർക്കാണ്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ കൂട്ടിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ടിട്ടാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങ് ആയി പോകാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാനിതാ ഒരു മൈദപ്പൊടി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 കപ്പാണ് എടുക്കുന്നത്. 3 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. കുഴക്കുന്ന സമയത്ത് നോക്കുക, ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് പൊടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ മാറുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു സ്റ്റിക്കി പാകത്തിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു 1/2 കപ്പും കൂടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മതിയെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിർത്തിയാൽ മതി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ട് വന്നത് ഒരു 3.5 കപ്പാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. പൂരിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. എന്നാലും ചപ്പാത്തിൻ്റെ ഭാഗം ആയി പോകാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നല്ല സ്മൂത്തായിട്ട് ഉണ്ടാവണം. കണ്ടില്ലേ, ഇത്രയും ഹാർഡായിട്ടാണ് വേണ്ടത്. എന്നാൽ കുഴച്ചിട്ട് തന്നെ സ്മൂത്താക്കി എടുക്കണം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിച്ച് കൊടുക്കുക. ആ ഒരു മാവ് ഒന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറം ഭാഗം മാത്രം ഒന്നിങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ മതി. എന്നിട്ട് നന്നായിട്ട് ഓയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഉരുട്ടിയിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്ത് വെക്കാൻ തന്നെ ഇത് സാധാ റെസ്റ്റ് അല്ല. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 8 മണിക്കൂർ മതി. ഇനിയിപ്പോൾ ചൂട് കുറവാണ്, നേരെ തണുപ്പൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം കേട്ടോ. ഇത് കർണാടകയിലുള്ള അല്ലെങ്കിൽ മാംഗ്ലൂരിലുള്ള അവരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പോൾ അവർ തലേന്ന് രാത്രി തന്നെ ഇത് കുഴച്ചിട്ട് വെക്കും. എന്നിട്ട് രാവിലെയാണ് ഇത് പൊരിച്ച് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഇത് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു 8 മണിക്കൂർ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം എടുക്കാം. അപ്പോൾ അത് 8 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു മാവ് എടുത്തത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ അത് പൊരിച്ച് തിന്നുന്ന സമയത്താണ് നമുക്കിത് ഫെർമെൻ്റ് ആയി എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ടേസ്റ്റിൽ ചെറുതായിട്ടൊരു മാറ്റം വരും. അപ്പോൾ അത് 8 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കൈകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഉരുട്ടിയെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബന്നിൻ്റെ വലിപ്പമില്ല, ആ ഒരു ബൻ സൈസിൽ തന്നെയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ അത് ഒരു പൂരിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിൽ, എന്നാൽ ചപ്പാത്തിൻ്റെ അത്ര ഉരുള വേണ്ട, ആ ഒരു സൈസിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കുക. ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മൊത്തം ഈ ഒരു സൈസിൽ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി ഞാൻ കംപ്ലീറ്റ് ഉരുട്ടട്ടെ. അപ്പോൾ അതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഓരോന്ന് എടുക്കുക, ബാക്കി കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്നെങ്കിൽ പൊടിയിട്ടിട്ട് പരത്താം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ മതി എന്നുണ്ടെങ്കിൽ എണ്ണ തന്നെ പരട്ടിയിട്ടും ഇതാക്കി എടുക്കട്ടെ. നമ്മൾ പരത്തുന്ന സമയത്ത് ചിലപ്പം ജീരകം അതിൽ നിന്ന് തൊഴിഞ്ഞു പോകും, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്നിട്ട് ഇത് പരത്തിയെടുക്കുക കേട്ടോ. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൂരി പോലെ നൈസായി പോകാൻ പാടില്ല. നമ്മളെ വട്ടൂരനെക്കാട്ടും ഒരു ഇത്തിരിയും കൂടെ തടിയിലാണ് നമുക്ക് ഈ ഒരു ബൺസ് വേണ്ടി കേട്ടോ. ചെറുതായിട്ടൊരു തടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു തടി ഞാൻ കാണിച്ചു തരാം. ഒരു 1/2 ഇഞ്ച് എന്ന് പറഞ്ഞുകൂടാ, അതിലും താഴെ കേട്ടോ. ഒന്നും കൂടെ പരത്തുന്നുണ്ട്. ഞാൻ പരത്തിയിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എത്രയാണ് ഇതിൻ്റെ തടി എന്നുള്ളത്. കുറച്ചും കൂടെ ഒന്ന് പരത്തണം. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്നെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താണ് ഇതിൻ്റെ തടി എന്നുള്ളത്. ഈ ഒരു ഇതിലാണ് വേണ്ടി കേട്ടോ.
അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ബട്ടൂരിനെക്കാട്ടും കുറച്ചും കൂടെ തടി. ഇനിയിപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവർക്ക് ചട്നിയാണ് കേട്ടോ. ചട്നിക്ക് വേണ്ടി 1½ കപ്പ് തേങ്ങ ഞാനിവിടെ ചിരണ്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 ചെറിയ അല്ലിയാണിത്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് എടുക്കുക, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് ചട്നിക്കായതുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടട്ടെ. പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇതിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു മിക്സി ഒന്ന് കഴുകി വെച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ കഴുകി വയ്ക്കുന്നില്ല, കാരണം എനിക്കിവിടെ നല്ല കട്ടിയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിന്. ഈ ഒരു മാംഗ്ലൂർ ബൺസിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വെജിറ്റേറിയൻ ആയിട്ടുള്ള കറികളാണ് വേണ്ടി കേട്ടോ. സ്ഥിരമായിട്ട് അവരുണ്ടാക്കുന്ന സാധനം എന്ന് പറയുന്നത് ചട്നിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കടലക്കറിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോന്ന് ബൺസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലാണ് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ. അത് വിട്ടു പോകരുത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചെറിയ സിമ്മിലാക്കി വെക്കണം. എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നാകുന്ന പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഓരോ ഭാഗവും വേവാൻ വേണ്ടിയിട്ട് ബ്രൗൺ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അത്രയും ചെറിയ സിമ്മിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. എന്നാൽ മാത്രമാണ് ഉള്ളിലുള്ള മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് അടുത്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതേപോലെ തന്നെ ചെറിയ സിമ്മിലാക്കിയിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇത് ഓരോന്നും പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ബൺസൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ചട്നി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത് അവർ ചട്നിയാണ് എല്ലായിടത്തും നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഞാനത് മുറിച്ച് കാണിച്ചു തരാം. അടിപൊളിയാണ്, സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ബനാന തന്നെയാണ് കേട്ടോ. ഒരു പഴത്തിൻ്റെ ഫ്ലേവർ തന്നെയാണ് കൂടുതലായിട്ടും വരിക. നല്ല ടേസ്റ്റാണ്, ആ ഒരു ജീരകമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഇത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടുന്നാണ് കഴിച്ചതെന്നുള്ള. ഞാനൊരു മാസം മുന്നേ നാട്ടിൽ പോയിട്ട് നമ്മൾ ലിയാനൻ്റെ കോൺവെക്കേഷന് പോയ സമയത്ത് മംഗലാപുരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് കയറിയപ്പോഴാണ് ഓളാണ് പറഞ്ഞത് ഇവിടുത്തെ ഒരു ഫേമസ് സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് അറിയാം, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് തിന്നാണ്ട് വെച്ചൊരു സാധനമായിരുന്നു. പക്ഷെ അവിടുന്ന് കഴിച്ചപ്പോണ്ടല്ലോ ആ ഒരു ചിന്തയൊക്കെ മാറിപ്പോയി. ഭയങ്കര ടേസ്റ്റ്. ഞാനും ഷെമ്മി അഫ്സി നമുക്ക് മൂന്നാൾക്കും നല്ലോണം ഇഷ്ടമായി. എൻ്റെ ആങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കുക. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.